ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മൾ പഞ്ചാബ് വേഴ്സസ് RCB നമ്മളുടെ മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും കുറച്ച് അഡീഷണൽ ടിപ്സും അതുപോലെ തന്നെ ഇന്ന് ഏതൊക്കെ പ്ലേയേഴ്സാണ് കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ളത് എന്നതിനെ പറ്റി നമ്മൾ ഡീപ്പായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിൽ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. ഇതുവരെ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതിന് അതുപോലെ തന്നെ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്ന മെയ് 9-ാം തീയതി കൃത്യം 7:30 നമ്മുടെ ഹിമാചൽ പ്രദേശിലുള്ള സ്റ്റേഡിയം, അതായത് നമ്മുടെ പഞ്ചാബ് കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇവിടെ നടന്ന കുറച്ച് മത്സരങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ്സൊക്കെ നോക്കാം. നമ്മുടെ ധർമ്മശാലയിലാണ് ഈ ഒരു മത്സരം നടന്നിരിക്കുന്നത്. ഐ തിങ്ക് റീസെൻ്റ് ആയിട്ട് 1-2 മത്സരമാണ് ഇവിടെ ആകെ നടന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. അതുപോലെ തന്നെ അതിന് മുന്നായിട്ട് നമുക്ക് പോയിന്റ് ടേബിൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഇരു ടീമുകളുടെയും സ്റ്റാൻഡിങ് പൊസിഷൻ എത്രയാണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ RCB ആകുന്ന സമയത്ത് 11 മത്സരങ്ങളിൽ നിന്ന് വെറും 4 മത്സരങ്ങൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഇനി ആകെ 3 മത്സരമുള്ളൂ. 3 മത്സരം വിൻ ചെയ്താൽ കൂടെ അത്രയും പോയിന്റ് ആവത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഇപ്പുറത്തോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചാബ് കിങ്സ് ആണെങ്കിൽ അതേ സെയിം പോയിന്റ് തന്നെയാണ്. -. പോയിൻ്റാണ് ഏറ്റവും കൂടുതൽ മൈനസ് റൺ റേറ്റുള്ള നമ്മുടെ പഞ്ചാബിനാണ്. അപ്പോൾ ഇരു ടീമുകളും ചാൻസ് വളരെ കുറവാണ്. ഇനി പ്ലേ ഓഫിലോട്ട് എത്താനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. അതേസമയം LSG, DC, SRH ഇവർക്കൊക്കെയാണ് കുറച്ചുകൂടെ പോസിബിലിറ്റീസ് ഉള്ളത് വിന്നാവാൻ. ഈ താഴെ കിടക്കുന്ന 4 ടീമിൽ ഏതെങ്കിലും ഒരു 2 ടീമായിരിക്കും കയറാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് നടന്ന റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. നമ്മുടെ ഈ ഒരു HC പഞ്ചാബ് കിങ്സ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിൽ റീസെൻ്റ് ആയിട്ട് ഈ ഒരു സെയിം ഗ്രൗണ്ടിൽ തന്നെയാണ് ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത്. ഇവിടുത്തെ ഇപ്പോൾ റെക്കോർഡ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് ആ ഒരു മത്സരം ഫസ്റ്റ് ബാറ്റിൽ നമ്മുടെ CSK ആയിരുന്നു. ഏകദേശം 167 റൺസിന് 9 വിക്കറ്റ് നഷ്ടമായിരുന്നു. വിക്കറ്റ് തീർച്ചയായിട്ടും ഇവിടെ വീഴാറുണ്ട് കേട്ടോ. അതിൽ അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തത് നമ്മുടെ രവീന്ദ്ര ജഡേജയും ഗെയ്ക്വാഡൊക്കെ തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് 3 വിക്കറ്റ് ഹർഷൽ പട്ടേൽ, 3 വിക്കറ്റ് രാഹുൽ ചഹാർ, 1 വിക്കറ്റ് സാം കറൻ, 2 വിക്കറ്റ് ഹർഷദീപ് സിംഗ് ആണ്. ഏറ്റവും കൂടുതൽ 6 വിക്കറ്റ് ഫാസ്റ്റ് ബോളറും 3 വിക്കറ്റ് സ്പിന്നറുമാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഇന്നിങ്സിൽ. ഇതേപോലെ തന്നെ ഇപ്പുറത്തോട്ട് ഇന്നിങ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ 2 വിക്കറ്റ് ഡിഷ്പാണ്ഡെ, അതുപോലെ തന്നെ 3 വിക്കറ്റ് രവീന്ദ്ര ജഡേജ, 2 വിക്കറ്റ് സിമ്രജിത് സിംഗ്, 1 വിക്കറ്റ് ഷർദുൽ താക്കൂറാണ് എടുത്തിരിക്കുന്നത്. 3ഉം 4, 5ഉം 11 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 4ഉം 7 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ് സ്പിന്നേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ റൺസ് സെക്കൻഡ് ഇന്നിങ്സ് ഇവിടെ 139 റൺസിന് ഇവിടെ ഓൾ ഔട്ട് ആവുക ചെയ്തത്. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള മത്സരങ്ങളാണ് ഇപ്പം ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത് ഈസി ആയിട്ട് വിന്നാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീമിൻ്റെ ബൗളിംഗ് സ്ട്രെങ്ത് ആ ഒരു ലെവലിലാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മുടെ DCയുടെ ഒരു മത്സരം നോക്കിയാലും ശരി, അതുപോലെ നമ്മുടെ ഈ മറ്റേ KKRും LSG തമ്മിലുള്ള മത്സരം നോക്കിയാലും ശരി, പഞ്ചാബും അതുപോലെ CSK തമ്മിലുള്ള മത്സരം നോക്കിയാലും ശരി, അതുപോലെ തന്നെ RCBയും GT തമ്മിലുള്ള മത്സരം നോക്കിയാൽ ശരി, അത് എങ്ങനെയാണെങ്കിലും സെക്കൻഡ് ഇന്നിങ്സ് കുറച്ച് ടാസ്ക് ആവുന്നുണ്ട് എല്ലാ ടീമുകൾക്കും. അപ്പോൾ ഇതിനു മുന്നേ വേറെ ഒരു മത്സരം കൂടെ നമുക്ക് നോക്കാം. ഇവിടെ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഐ തിങ്ക് ഇല്ല, ബാക്കിയൊക്കെ മുല്ലനപ്പൂർ സ്റ്റേഡിയത്തിലാണ് നടന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ടിൽ ഇതിനു മുന്നേ നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. ഈ ഒരു സീസണിൽ ഇതിനു മുന്നേ ഇവിടെ നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് ഏകദേശം നമുക്ക് എന്തായാലും മാക്സിമം ഒരു ആവറേജ് സ്കോറായിട്ട് 179 റൺസ് പറയാം. ആവറേജ് സ്കോറായിട്ട് 169 റൺസ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടുത്തെ വെതർ റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ 28 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെയിൻ പോസിബിലിറ്റീസ് 40% ഉണ്ട്. ഹ്യൂമിഡിറ്റി 46 ആണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് 102 വിക്കറ്റും സ്പിൻ ബോളേഴ്സ് വെറും 37 വിക്കറ്റ്സ് വരുന്നുള്ളൂ. ഈ ഒരു ഗ്രൗണ്ടിൽ ഒരുപാട് മത്സരങ്ങളൊന്നും നടന്നിട്ടില്ല. വിരലിൽ എണ്ണാൻ പറ്റുന്ന മത്സരങ്ങളെ നടന്നിട്ടുള്ളൂ. അതിലുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങൾ ബേസ്ഡ് ആയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ 22 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ ഇവിടെ താഴാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ
നമുക്കെന്തായാലും ഒരു കൂടുതൽ വിക്കറ്റ്സ് പോവും, അത്യാവശ്യം റൺസ് സ്കോർ ചെയ്യും. ആര് റൺസ് സ്കോർ ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ റൺസ് ഹൈ ആയിട്ട് എടുക്കാൻ ചാൻസ് ഇല്ല, മിഡിൽ ഓർഡർ ആയിരിക്കും കൂടുതലും റൺസ് സ്കോർ ചെയ്യാറുള്ളത്. എനിക്ക് അങ്ങനെയാണ് ഈ ഒരു മത്സരം തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ബൗളേഴ്സ്, ഫാസ്റ്റ് ബൗളേഴ്സ്, ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് ആണെങ്കിലും സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിലും ഫാസ്റ്റ് ബൗളേഴ്സും പിന്നെ അതുപോലെ തന്നെ മിഡിൽ മെയിനായിട്ട് ചെയ്യുന്ന മെയിൻ സ്പിന്നേഴ്സ്, അവരെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫോക്കസ് ഇല്ല എന്ന് പറഞ്ഞൊരു കിടിലൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 500 രൂപ കിട്ടും. ആ 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാഷ് ചെയ്തുകൊണ്ടല്ലേ നല്ല പ്രോഫിറ്റാണ്. ഐ മീൻ ചെറിയ കോൺടെസ്റ്റാണ്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്, പക്ഷേ അതിൽ തന്നെ അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ് എനിക്ക് കിട്ടുന്നത്. നമ്മുടെ ഓപ്പോണൻ്റൊക്കെ ഭയങ്കര ഷോകമായിട്ടുള്ള ആളായിരിക്കും നമുക്ക് കിട്ടുക. ഭയങ്കരമായിട്ട് പോയിന്റ് ചില 2 ഞാൻ തോറ്റു, ബാക്കിയൊക്കെ വിൻ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഒരു ഫോക്കസ് 11. നമുക്ക് ഇവർ ഡെയിലി ഗീവ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ 5+1, അതായത് 6 പ്ലേയേഴ്സിനെ മാത്രം പിക്ക് ചെയ്തിട്ട് ഒരു ഫാൻറ്റസി ടീം ഇടാനൊക്കെ സാധിക്കും. അതൊന്നും വേറെ ഏത് ഫാൻറ്റസി ആപ്ലിക്കേഷനിലും ഇല്ല. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി കയറിയാണ് 500 രൂപ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് കുറച്ച് കളിക്കാനൊക്കെ സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ചോയ്സ് 11 ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചോയ്സ് 11 ആപ്ലിക്കേഷനും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ആപ്ലിക്കേഷനിലുണ്ട്. ഡെയിലി ഗിവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോർമൽ നമ്മുടെ ഡ്രീം 11 കമ്പയർ ചെയ്യുമ്പോൾ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവായിട്ടാണ് ഇവർ മേടിക്കുന്നത്. ഭയങ്കരമായിട്ട് കുറഞ്ഞിലാണ് ഇവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ചോയ്സ് 11 ട്രൈ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് ആയിട്ടും ആ ബോണസ് വെച്ച് കളിക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ അടുത്തായി പറയാനുള്ള നമ്മുടെ വിഷൻ 11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡെയിലി ഗിവ് കൊടുക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഗിവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മത്സരം എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ മാച്ച് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഫേക്കാണ്, ഞങ്ങളത് നോക്കുമ്പോൾ കാണാറില്ലല്ലോ എന്ന്. ഞാൻ അതിന് വേണ്ടിയാണ് ഞാൻ ദിവസവും ഇത് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചില സമയത്ത് ഇത് ജോയിൻ ചെയ്യാനായിട്ട് മറന്നു പോകും. അപ്പോൾ ഇങ്ങനെയാണ് സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാമല്ലോ. ഇതാണ്ടില്ല, ഞാനൊരു ടീം ഇട്ട് ഒരു ക്യാപ്റ്റൻ വിസി കൊടുത്തു, 0 റുപ്പീസിന് ജോയിൻ ചെയ്തു. കണ്ടില്ലേ, ഒരൊറ്റ രൂപ കൂടെ ഞാൻ പേ ചെയ്തിട്ടില്ല, 0 റുപ്പീസിനാണ് നമ്മൾ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇതുപോലെ കോൺടെസ്റ്റുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാം, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. 5000 രൂപ വരെയൊക്കെ ക്യാഷ് പ്രൈസ് കിട്ടുന്നുണ്ടോ, അതും ഫ്രീ ആയിട്ട് 0 റുപ്പീസ് കൊടുത്തിട്ട്. ഇതൊന്നും വേറെ ആപ്ലിക്കേഷനിലില്ല. അതുപോലെ തന്നെ കുബേര ഫാൻറ്റസി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതാണ്, ഇതും ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഡ്രീം 11 299 രൂപയ്ക്ക് കാണുന്ന കോൺടെസ്റ്റ് ഇവിടെ വെറും 260 രൂപയുള്ളൂ. ഏകദേശം 39 രൂപയുടെ വേരിയേഷനാണ് ചെറിയ കോൺടെസ്റ്റിലടക്കം വരുന്നത്. അപ്പോൾ വലിയതിൻ്റെ കാര്യം എടുത്ത് പറയണ്ടല്ലോ, നല്ല രീതിയിൽ ക്യാഷ് ഡിഫറൻസ് വരുന്നുണ്ട്. സോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതിന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഡ്യൂ ഓപ്ഷൻ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും ട്രൈ ചെയ്യാം കേട്ടോ. നമ്മുടെ KL രാഹുൽ, ട്രാവിസ് കുമാർ, എൻ കുമാർ റെഡ്ഡി, നിതീഷ് കുമാർ റെഡ്ഡി, തന്നെ മാർക്കസ് സ്റ്റോണിസ്, അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശർമ്മയൊക്കെ ഉണ്ടല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അവരെ പിക്ക് ചെയ്തതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് വിനാൻ സാധിക്കും. നല്ല രീതിയിൽ പെട്ടെന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ആപ്ലിക്കേഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസി. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതിന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരെയും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ പാൻ കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവാം. അപ്പോൾ പ്രോബബ്ലി പ്ലേയിങ് 11 നോക്കാം. പഞ്ചാബ് കിങ്സിലാണെങ്കിൽ ജോണി ബാരിസ്റ്റോ, റെല്ലി റോസോ, ദെൻ ശശാങ്ക് സിംഗ്, സാം കറൻ, ജിതീഷ് ശർമ്മ, ആട്ടോഷ് ശർമ്മ, ദെൻ ഹർപ്രീത് ബാർ, ഹർഷൽ പട്ടേൽ, ദെൻ രാഹുൽ ചഹാർ, കാസിയ റബാഡ്, അർഷദീപ് സിംഗ്, ഇത്രയും പേരാണ് ഉള്ളത്. ദെൻ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിട്ട് സിമ്രാൻ സിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിലോട്ട് നോക്കുന്ന സമയത്ത് വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി, വിൽ ജാക്സ്, ഗ്ലെൻ മാക്സ്വെൽ, ക്യാമറോൺ ഗ്രീൻ, ദിനേശ് കാർത്തിക്, അതുപോലെ തന്നെ കരൺ ശർമ്മ, സ്വപ്നിൽ സിംഗ്, ദെൻ അതുപോലെ തന്നെ മുഹമ്മദ് സിരാജ്, അതുപോലെ യാഷ് ടയാൽ, വിജയ് കുമാർ വൈശാഖ്, ഇത്രയും പേരെ വരാൻ ചാൻസ് ഉള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രാജിത് പടിദാറാണ് കേട്ടോ വരാൻ ചാൻസ് ഉള്ളത്. അതിൽ കീ പ്ലെയേഴ്സായിട്ട് മസ്റ്റായിട്ട് വിൽക്കേണ്ട പ്ലെയേഴ്സാണ് നമ്മുടെ ശശാങ്ക് സിംഗ്, സാം കറൻ, വിരാട് കോഹ്ലി, മുഹമ്മദ് സിരാജ്. ഇവരൊക്കെ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും 2 പ്ലെയേഴ്സിനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാം കറനും വിരാട് കോഹ്ലിയാണ്. തീർച്ചയായിട്ടും ഇവരെന്തായാലും പിക്ക് ചെയ്യണം. ദെൻ നമ്മുടെ പഞ്ചാബ് കിങ്സിലെ കീ പ്ലെയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ സിമ്രാൻ സിംഗിനെ പറ്റിയാണ് പറയാനുള്ളത്. നല്ല രീതിയിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. റീസെൻ്റായിട്ട് കളിച്ച പെർഫോമൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് പുള്ളി പെർഫോം ചെയ്യുന്നത്. ഈ ഒരു ഗ്രൗണ്ടിൽ നല്ല റെക്കോർഡ്സ് ഉള്ള പ്ലെയറാണ് സിമ്രാൻ സിംഗ്. ദെൻ അതുപോലെ തന്നെ ജോണി ബാരിസ്റ്റോ ആണ്, ഇംഗ്ലണ്ട് ബാറ്റ്സ്മാനാണ്. റീസെൻ്റായിട്ട് അഗെയിൻസ്റ്റ് മുംബൈ CSK ആയിട്ട് 46 റൺസ് എടുത്തു. അതുപോലെ തന്നെ KKR അഗെയിൻസ്റ്റ് ആയിട്ട് 108 റൺസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടോപ്പ് ബാറ്റിംഗ് ഓർഡറുള്ള ബാറ്റിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളറാണ്. റീസെൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് ആണ്. ഇതുവരെ 82
ഡിസ്മാൻഡിൽസ് ആണ് അദ്ദേഹം ലാസ്റ്റ് ഓവേഴ്സിൽ കഴിഞ്ഞ 4 സീസണിലൂടെ എടുത്തിരിക്കുന്നത്. അതായത് ഡെത്ത് ഓവർ വിദഗ്ധൻ എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ ഹർഷൽ പട്ടേൽ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അർഷദീപ് സിംഗിനെ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നല്ല രീതിയിൽ അഗെയിൻസ്റ്റ് നമ്മുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായ രവീന്ദ്ര ജഡേജ, അജിൻക്യ രഹാനെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, ജഡേജയൊക്കെ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അഗെയിൻസ്റ്റ് CSK ആയിട്ട് കളിച്ചപ്പോൾ. അതുപോലെ തന്നെ RCB കീ പ്ലേയേഴ്സ് ആയിട്ട് പറയാനുള്ള വിരാട് കോഹ്ലിയാണ്. റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ല ഫോമിലാണ്. ആവറേജ് റൺസ് 67 റൺസാണ്. അത് സ്ട്രൈക്ക് റേറ്റ് 150 അടുത്തുണ്ട് കേട്ടോ റീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിൽ. അതുപോലെ തന്നെ ദിനേശ് കാർത്തിക് ആണെങ്കിലും ബാറ്റിംഗ് പ്ലസ് ബൗളിംഗ് ചെയ്യുന്നതുകൊണ്ട് റീസെൻ്റ് ആയിട്ടൊരു പെർഫോമൻസ് നമ്മുടെ ബാംഗ്ലൂരിനെ വിന്നിങ്ങിലോട്ട് എത്തിച്ചത്. അതിന് 12 ബോളിൽ നിന്ന് 21 റൺസ് എടുത്ത അദ്ദേഹമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് സിരാജ് ആണെങ്കിലും അദ്ദേഹം ഏകദേശം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മത്സരത്തിൽ സാഹിനെയും അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലിനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതും ഫസ്റ്റ് ഓപ്പണിംഗ് ഓവേഴ്സിൽ തന്നെ വിക്കറ്റ് എടുത്ത പ്ലെയറാണ്. then അതുപോലെ തന്നെ യാഷ് ദയാൽ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അഗെയിൻസ്റ്റ് ആയിട്ട് വിക്കറ്റ് എടുക്കുന്നുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് അഗെയിൻസ്റ്റ് ആയിട്ട് 2 വിക്കറ്റാണ് അദ്ദേഹം എടുത്തത്, അതും 18ാമത്തെ ഓവറിൽ. ഓക്കെ, അതും നല്ല മെയിൻ ബാറ്റ്സ്മാൻമാരെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യുക. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. തന്നെ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന്. അതുപോലെ തന്നെ നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ RCB വേഴ്സസ് പഞ്ചാബ് തമ്മിലുള്ള മത്സരത്തിൽ നമ്മുടെ ബാരിസ്റ്റോനെ പിക്ക് ചെയ്യാൻ തന്നെ. അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ, മുഹമ്മദ് സിരാജ്, അതുപോലെ തന്നെ അർഷദീപ് സിംഗ്, 3 തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. then അതുപോലെ തന്നെ സാം കറൻ, വിൽ ജാക്സ്, ക്യാമറോൺ ഗ്രീൻ, ഈ 3 വേണം. then അതുപോലെ തന്നെ വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി, ശശാങ്ക് സിംഗ്, സിമ്രാൻ സിംഗും, ഇവരൊക്കെയാണ് നിങ്ങളുടെ ടീമിലോട്ട് വേണ്ടത്. ഇതിൽ നമ്മൾ ക്യാപ്റ്റൻസി എന്തായാലും വിരാട് കോഹ്ലിയെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കൊടുക്കണ്ടെന്നേ പറയുള്ളൂ. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ കൊടുക്കണ്ട, സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ കൊടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വൈസ് ക്യാപ്റ്റൻ കൊടുക്കാം. ക്യാപ്റ്റൻസി അപ്പോൾ ആരെ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാം കറൻ നല്ലൊരു ഓപ്ഷനാണ്. തീർച്ചയായിട്ടും 4 ഓവറിൽ ബോളിങ്ങും അതുപോലെ തന്നെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് ക്യാപ്റ്റൻസി കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ടീമൊന്ന് നോക്കാം. ബാരിസ്റ്റോ, സിമ്രാൻ സിംഗ്, അതുപോലെ തന്നെ നമ്മുടെ വിരാട് കോഹ്ലി, ഡുപ്ലിസി, ശശാങ്ക് സിംഗ്, സാം കറൻ, വിൽ ജാക്സ്, ക്യാമറോൺ ഗ്രീൻ, ഹർഷൽ പട്ടേൽ, മുഹമ്മദ് സിരാജ്, അർഷദീപ് സിംഗ്, ഇത്രയും പേരെ നമ്മുടെ ടീമിൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടിപ്സും കാര്യങ്ങളും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.